ആ സമയത്തും ആഗ്രഹിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പോൾ ഗുണ്ടജയൻ ഒരു ലോക്കൽ കല്യാണ വീട്ടിൽ നടക്കണ ഞാൻ വെഡിങ് വീഡിയോഗ്രാഫറായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ തന്നെ എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അങ്ങനെ ഒരു ഹ്യൂമർ സിനിമയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അതുപോലത്തെ ഒരു സിനിമ ചെയ്യാന്നുള്ളതിനേക്കാളും അപ്പുറത്ത് എനിക്ക് ഒരുപാട് അങ്ങനത്തെ സിനിമകളും കഥകളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു ത്രില്ലറൊക്കെയാണ് മനസ്സിൽ ആലോചിച്ചത്, അതല്ലാണ്ട് വേറൊരു സിനിമ ആലോചിച്ചു. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമുക്ക് നമ്മളുടെ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ചില എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില തീരുമാനങ്ങളാണ് എന്നെ ഇങ്ങനൊരു കാര്യം ചിന്തിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ ചിന്തിച്ച് തുടങ്ങി നമുക്ക് ഓഫ്കോഴ്സ് അതിലേക്ക് മാറാനൊരു ഇങ്ങനത്തെ സിനിമ ചെയ്യണോ വേണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജോണി ചേട്ടനെ പോലത്തെ ആൾക്കാർ, അങ്ങനത്തെ നമുക്ക് ഇതിലേക്ക് ആവാം എന്നുള്ള കോൺഫിഡൻസ് വന്നപ്പോൾ നമ്മളെ നേരത്തെ പറഞ്ഞ ആ കാര്യമൊക്കെ മറന്നുപോയി. ഇതുപോലത്തെ സിനിമ ഇത് സേഫ് ആവുമോ, അത് വിട്ടു. പിന്നെ നമ്മൾ ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ വിജയമാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ സമയത്തും തരുന്നത്. പിന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണ്ട ഒരു സിനിമയാണ്. കാര്യം ഇതുപോലത്തെ ഒരു കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് വേണം. ആ സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഗുണ്ടജയൻ സിനിമയാണെങ്കിൽ ഭയങ്കര സേഫാണ്. അതുപോലത്തെ സിനിമയാണെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെല് ചെയ്യാൻ വേണ്ടി സാധനമാണ് ഹ്യൂമർ, ലവ് സ്റ്റോറിയൊക്കെ. ഇത് അതുപോലത്തെ ഒരു സിനിമയല്ല. പക്ഷേ ഈ സിനിമ ചെയ്തതിൻ്റെ പേരിൽ അരുൺ വൈകാന്നുള്ള ഡയറക്ടറിൻ്റെ പേരിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. മറ്റന്നാൾ സിനിമ റിലീസാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ ദൈവത്തിൻ്റെയും പ്രേക്ഷകരുടെയും കയ്യിലാണ്. പക്ഷേ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള തോന്നലുകൊണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞ ടെൻഷൻ.